നമ്മളെല്ലാവരും കേട്ടു വളർന്ന ചില കഥകളില്ലേ? ആ അടിസ്ഥാന കഥകൾക്കൊക്കെ നമ്മൾ അറിയാത്ത വേറെയും ചില വേർഷൻസ് ഉണ്ടായാലോ? അങ്ങനെ ഒരു വിശകലനത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ശരി, നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. പണ്ടത്തെ ഒരു യഹൂദ വിഭാഗമാണ് എസ്സീനുകൾ. അവരുടെ ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നതനുസരിച്ച് സീനായ് മലയിൽ സംഭവിച്ചത് നമ്മൾ അറിഞ്ഞ കഥയല്ല, വളരെ വ്യത്യസ്തമായ ഒരു വിവരണമാണ് അവർ നൽകുന്നത്. അപ്പോ എന്താണ് ആ മറ്റൊരു കഥ? നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ കഥ തുടങ്ങുന്നത് പുകയും തീയുമൊക്കെയുള്ള ഒരു മലയുടെ മുകളിൽ നിന്നാണ്. അവിടെ വെച്ച് മോശയ്ക്ക് ദൈവത്തിൽ നിന്ന് നേരിട്ട് ഒരു ഉടമ്പടി കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ഉടമ്പടി എല്ലാവർക്കും വേണ്ടിയുള്ളതായിരുന്നില്ല. അത് പ്രകാശത്തിന്റെ മക്കൾ എന്ന് വിളിക്കുന്ന ആത്മീയമായി കുറച്ചുകൂടി ഉയർന്ന ആളുകൾക്ക് വേണ്ടി മാത്രമായിരുന്നു. ഈ ആദ്യത്തെ നിയമം അതൊരു കൂട്ടം റൂൾസായിട്ടല്ല സ്വയം അവതരിപ്പിക്കുന്നത്, മറിച്ച് എക്കാലവും നിലനിൽക്കുന്ന, കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു വലിയ തത്വമായിട്ടാണ്. ഇപ്പോൾ ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നിയമങ്ങൾ എത്രത്തോളം പ്രകൃതിയുമായും ദൈവീകമായ ലോകവുമായും ഒരു ആത്മീയ ബന്ധമുണ്ടാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ്. പക്ഷേ മോശ ഈ കൽപ്പനകളുമായി മലമുകളിലായിരുന്ന സമയത്ത് താഴെ കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല പോയിരുന്നത്. അവിടുത്തെ ആളുകൾക്ക് ക്ഷമ നശിച്ചു. അവരുടെ വിശ്വാസം പതിയെ ഇല്ലാതായി തുടങ്ങി. മോശയ്ക്ക് എന്ത് പറ്റിയെന്നറിയാതെ ആളുകളാകെ ബഹളം വെച്ചു തുടങ്ങി. അവസാനം എന്തു ചെയ്തു? അവരുടെ കയ്യിലുള്ള സ്വർണമൊക്കെ ഉരുക്കി ഒരു കാളക്കുട്ടിയുടെ രൂപമുണ്ടാക്കി. എന്നിട്ട് അതിനെ ആരാധിക്കാൻ തുടങ്ങി, ബലിയും നൃത്തവുമൊക്കെ ആയിട്ട്. ചുരുക്കി പറഞ്ഞാൽ അവർ തിന്മയുടെയും അഴിമതിയുടെയും വഴിയിലേക്ക് പോയി. അപ്പോ ഈ സമയത്താണ് മോശ മലയിറങ്ങി വരുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് കാണുന്ന ആ ഒരു നിർണായക നിമിഷത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ആ ഒരു രംഗം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. മോശയുടെ കയ്യിൽ ദൈവത്തിന്റെ സ്വന്തം കൈപ്പടയിലുള്ള ആ വിശുദ്ധ കൽപ്പലകകളാണ്. അതും കൊണ്ട് താഴേക്ക് വരുമ്പോ കാണുന്ന കാഴ്ച ഇതാണ്. ഇത് കണ്ടതും മോശയുടെ ദേഷ്യം അണപൊട്ടിയൊഴുകി. അദ്ദേഹം കയ്യിലിരുന്ന ആ ഫലകങ്ങൾ താഴേക്കെറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞു. ദൈവം നേരിട്ട് നൽകിയ ആ ഉടമ്പടിയാണ് ആ നിമിഷത്തെ കോപത്തിൽ അവിടെ തകർന്നുപോയത്. ഇത് കഴിഞ്ഞ് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, പ്രകാശം എന്താണെന്നറിയാത്ത വഴിതെറ്റിപ്പോയ ഈ ജനങ്ങൾക്കു വേണ്ടി. അപ്പോഴാണ് ദൈവം അവർക്ക് മറ്റൊരു പരിഹാരം നൽകുന്നത്. അപ്പോ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ രണ്ടാമത് കൊടുത്ത നിയമം ആദ്യത്തേതിന് പകരമുള്ള ഒന്നല്ല, മറിച്ച് ആത്മീയമായി അത്രത്തോളം വളർന്നിട്ടില്ലാത്ത അല്പവിശ്വാസികളായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള മറ്റൊരു തരം നിയമമാണ്. അവർക്ക് പ്രകാശത്തിന്റെ സാമ്രാജ്യം എന്താണെന്ന് മനസ്സിലാകുന്നതുവരെ അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഒന്ന്. ദൈവം പ്രഖ്യാപിക്കുകയാണ്, യഥാർത്ഥവും അദൃശ്യവുമായ ആ നിയമം ഇനി വിശ്വാസികളുടെ ഉള്ളിൽ, അവരുടെ ഹൃദയത്തിൽ ഒരു വഴികാട്ടിയായി ഉണ്ടാകും, അല്ലാതെ കല്ലിൽ കൊത്തിവെച്ച ഒരു ബാഹ്യമായ കൽപ്പനയായിരിക്കില്ല. അപ്പോ ഇതാണ് ഈ ഗ്രന്ഥം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം. രണ്ടു തരം ആളുകൾക്ക് വേണ്ടി രണ്ടു തരം കൽപ്പനകൾ, ഒന്ന് അദൃശ്യമായത്, മറ്റൊന്ന് എഴുതപ്പെട്ടത്. ഇവ രണ്ടും അടുത്തടുത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ ആ ഒരു മാറ്റം വ്യക്തമാകും, അല്ലേ? വിശാലമായ ആത്മീയ തത്വങ്ങളിൽ നിന്ന് സമൂഹത്തിൽ പാലിക്കേണ്ട കുറച്ചുകൂടി കൃത്യമായ നിയമങ്ങളിലേക്കുള്ള ഒരു മാറ്റം ഇവിടെ ശരിക്കും കാണാൻ സാധിക്കും. അപ്പോൾ ഈ ആഖ്യാനമനുസരിച്ച് ഒരു നിയമം ജനങ്ങളുടെ സ്വഭാവം നിയന്ത്രിക്കാൻ വേണ്ടി നൽകിയപ്പോൾ, യഥാർത്ഥ നിയമം ജ്ഞാനത്തിലേക്കും പ്രകാശത്തിലേക്കുമുള്ള ഒരു പാതയായി മോശയുടെ ഉള്ളിൽ സംരക്ഷിക്കപ്പെട്ടു. അപ്പോ ഈയൊരു വിവരണത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാന ആശയം ഇതാണ്: പുറത്തുനിന്നുള്ള നിയമങ്ങൾ അനുസരിച്ചു ജീവിക്കുന്നതും നമ്മുടെ ഉള്ളിലുള്ള ശരിതെറ്റുകൾ തിരിച്ചറിഞ്ഞ് ആ ധാർമ്മിക ബോധത്തെ പിന്തുടരുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇത് നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കുന്നൊരു ചോദ്യമാണല്ലേ?